Good morning, sir. Yes, Good morning, sir. Shani, Alisa, good morning. Sir. Good morning. Yes, Shaiba, Reshma, good morning. 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 Naina, good morning. Yes, ആരാണ് പ്രാർത്ഥന? ഐശ്വര്യ, good morning. Sir, pray ഞാൻ ചൊല്ലാം. Okay, ശരി. Continue. Dear God, thank you for this new day. Bless our teachers, our learnings, and our friends. Help us be kind, honest, and focused today. Amen. Very good, very good, very good. Yes, then signing on. Signing on. Okay. എന്നാ പറഞ്ഞോളൂ. Good morning, everyone. I would like to invite our job sir for today's class. We are expecting some new knowledge from your end, and I am also inviting all team members to today's lesson. Thank you. Yes, very good, very good, very good. Then, thought of the day. Okay, let's start. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യെസ്, അപ്പോൾ അത് ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, നൗ ലെറ്റ് us start. പുതിയൊരു ചാപ്റ്റർ നമുക്ക് ആരംഭിക്കാം. ചാപ്റ്റർ 10 ആണ് പ്രിപ്പോസിഷൻ. ചാപ്റ്റർ 10 പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് പ്രിപ്പോസിഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമുക്ക് പ്രിപ്പോസിഷന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, നമ്മളിപ്പോ ഹിന്ദിയിലൊക്കെ പഠിക്കുന്ന സംഗതിയില്ലേ, നേ കോസേ കെ ലിയേ കാക്കേ കി പർമേ, ഇത് പറയുമ്പോഴേക്കും ആരെ ഹിന്ദിയിൽ അറിയാവുന്ന അത്ര ഉണ്ട്. യെസ്, അത് തന്നെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ. അപ്പൊ കോമൺ ആയിട്ടുള്ള പ്രിപ്പോസിഷനൊക്കെ നമുക്ക് നോക്കാം. പിന്നെ പല കാര്യങ്ങൾക്കും പല സ്ഥലത്തും പല എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസിനെ കുറിച്ച് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഷെനി റോജി. Yes, sir. How are you? Fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഷെനി റോജിക്ക് എത്രയാണ് വയസ്സെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പറയാൻ വേണ്ട. ഒരു ചോദ്യം. Good morning, sir. യെസ്, ഇത്രയും യെസ്, ഗുഡ് മോർണിംഗ്. ഇത്രയും നാളത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഷെനി റോജിക്ക് തോന്നി ഷെനി റോജിയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞ സംഗതി എന്താണ്? വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? ഷെനി റോജിക്ക് ഒരു ശക്തി എന്ന് പറയാവുന്ന സംഗതി എന്താണ്? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? എന്താണ് ഷെനി റോജിയുടെ ശക്തി? അപ്പോ അനുഭവങ്ങളാണ് സാറേ. ഓക്കെ, ഓക്കെ, റെഡി ആക്കിക്കോ, റെഡി ആക്കിക്കോ. ഞാൻ പറയാം. ഞാൻ ഒന്നിട്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വേണ്ടത്. യെസ്, അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങള് ശക്തിയാണ്. യെസ്, അവിടെ നമുക്ക് ഈ ചോദ്യം ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് എന്താണ്?
അപ്പൊ നമുക്ക് കായികമായിട്ടുള്ള സ്ട്രെങ്ത് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ക്വാളിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മെന്റൽ ആയിട്ടുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, മൈ സ്ട്രെങ്ത് ഈസ് മൈ പേഷ്യൻസ്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ക്ഷമയാണ്. ആരെന്തു പറഞ്ഞാലും ക്ഷമിക്കാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് എനിക്കുണ്ട്. ദാറ്റ് ഐ ക്യാൻ കോൺകർ എവറിത്തിങ്. ആ ഒരു ക്വാളിറ്റി എനിക്ക്, സ്ട്രെങ്ത് എനിക്കുള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരെയും കീഴടക്കാൻ പറ്റും. ആരോട് ഞാൻ എതിര് പറയില്ല. സോ ഐ ക്യാൻ കോൺകർ ദ മൈൻഡ് ഓഫ് മൈ ഒപ്പണന്റ്. എൻ്റെ എതിരാളിയുടെ മനസ്സിനെ പോലും എനിക്ക് അത് കീഴടക്കാൻ പറ്റും. ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. അത് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, മൈ സ്ട്രെങ്ത് ഈസ് മൈ അഡാപ്റ്റബിലിറ്റി. അഡോപ്റ്റ് അല്ല, അഡോപ്റ്റ് ചെയ്ത് എടുക്കാന്നാണ്. അഡാപ്റ്റ് മീൻസ് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക. എനിക്ക് ഇന്നത് വേണം, ഇന്നതായിരിക്കണം എന്ന ഒരു നിർബന്ധമില്ല. ഐ ക്യാൻ അഡ്ജസ്റ്റ് ടു എനി ലൈഫ്. ഏത് സാഹചര്യത്തിലും ആ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റും. അപ്പൊ ഞാൻ ആ സാഹചര്യത്തോട് അഡാപ്റ്റ് ആവും. മാറി നിൽക്കല്ല, അഡാപ്റ്റ്, ഇണങ്ങിപ്പോവും, ചേഞ്ച് ചെയ്യും. അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് മൈ ക്വാളിറ്റി ഇൻ മൈ ലൈഫ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓണസ്റ്റി, സത്യസന്ധത. ബി ഓണസ്റ്റ് ഇൻ ലൈഫ്. അതാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാൻ എന്ത് സത്യസന്ധമായിട്ട് ചെയ്യും. യെസ്, കളവ് പറയുന്ന, നുണ പറയുന്ന ക്യാരക്ടർ എനിക്കില്ല. ഐ വിൽ ഡു വിത്ത് ഓണസ്റ്റി. ഞാൻ സത്യസന്ധതയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഞാൻ ഹോണസ്റ്റ് ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ honesty is the best policy. Honesty is my strength. അത് വേണമെങ്കിൽ നമുക്ക് പറയാം. വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, my strength is to finish everything before the prescribed time. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചാൽ ഒരാഴ്ച കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഞാനത് ചെയ്തിരിക്കും. 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 ദിവസത്തിന്റെ ഉള്ളിൽ ഞാനത് ഫിനിഷ് ചെയ്തിരിക്കും. അതിന്റെ പ്രത്യേകത, ദാറ്റ് ഈസ് മൈ ക്വാളിറ്റി, ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. എന്ത് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലും പറഞ്ഞ സമയത്തിന് മുന്നേ ഞാനത് ഫിനിഷ് ചെയ്യും. ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. അപ്പൊ ഒരു പക്ഷേ നിങ്ങളെ ജോലിക്ക് എടുക്കുന്ന, ഇന്റർവ്യൂ ചെയ്യുന്ന സ്കൂൾ മാനേജ്മെന്റ് വിചാരിക്കും, ഈ ടീച്ചർ കുഴപ്പമില്ല, ടീച്ചർ സിലബസ് ഒക്കെ കറക്റ്റ് സമയത്ത് തീർത്തിരിക്കും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. യെസ്, വേറെ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, മൈ സ്ട്രെങ്ത് ഈസ് മൈ പെർഫെക്ഷൻ. എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ പെർഫെക്ഷനാണ്. ഞാൻ ചെയ്യുന്നത് അധികം കാര്യങ്ങൾ ചെയ്യില്ല, കുറച്ചേ ചെയ്യൂ, ബട്ട് ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ആ ചെയ്യുന്ന അത്രയും പക്കയായിരിക്കും, കറക്റ്റ് ആയിരിക്കും, കൃത്യമായിരിക്കും. ദാറ്റ് വിൽ ബി എ പെർഫെക്ഷൻ. അപ്പൊ പെർഫെക്ഷൻ ഈസ് മൈ സ്ട്രെങ്ത്. പെർഫെക്ഷൻ ആണ് എന്റെ സ്ട്രെങ്ത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതിലേക്ക് നിങ്ങൾക്ക് പറയാം, മൈ സ്ട്രെങ്ത് ഈസ് മൈ ലീഡർഷിപ്പ് ക്വാളിറ്റി. എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഐ വിൽ ബി ദ ലീഡർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാനായിരിക്കും. സോ അതിന്റെ പ്രത്യേകത, ഐ ക്യാൻ ലീഡ് എ ടീം. എനിക്കൊരു ടീമിനെ നയിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ സ്ഥാപനത്തിൽ 20 ടീച്ചർമാരുണ്ടെങ്കിൽ അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ എനിക്ക് പറ്റും. ഐ ക്യാൻ ബി ദ ലീഡർ. ഞാനായിരിക്കും ലീഡർ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ അതിന് കൂടെ ആഡ് ചെയ്യാം. ഐ വിൽ ബി ഈസിലി ഫ്രണ്ട്ലി വിത്ത് അറ്റ് എ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്. ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളായാലും, പ്രായം കൂടിയവരായാലും പ്രായം കുറഞ്ഞവരായാലും അവരോട് എളുപ്പത്തിൽ ഫ്രണ്ട്ഷിപ്പിലാവാൻ എനിക്ക് പറ്റും. അങ്ങനെ കഴിവുള്ളവരുണ്ട്. യെസ്, ദാറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് എബിലിറ്റി, അനദർ കൈൻഡ് ഓഫ് സ്ട്രെങ്ത്. അങ്ങനെയുള്ള ആളുകളുണ്ട്. വേറെയും കുറച്ച് പേരുണ്ട്, അവർക്ക് പറയാം, മൈ കോൺഫിഡൻസ്, ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. എൻ്റെ ആത്മവിശ്വാസം, അതാണ് എൻ്റെ സ്ട്രെങ്ത്. എന്തും നേരിടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഐ വിൽ ഫേസ് എവറി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ മൈ ലൈഫ്. സ്കൂളിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഐ വിൽ ഫേസ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ദ കോൺഫിഡൻസ് ടു ഫേസ്. അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. യെസ്, അത് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആകും.
ഇതുമല്ലായി നിങ്ങൾക്ക് പറയാം, മൈ സ്ട്രെങ്ത് ഈസ് മൈ ഈഗർനെസ് ടു സ്റ്റഡി ന്യൂ തിങ്സ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു ത്വര, ഒരു ഇൻട്രസ്റ്റ്, അത് എപ്പോഴും എനിക്കുണ്ട്. അതാണ് എൻ്റെ സ്ട്രെങ്ത്. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് തള്ളിക്കളയില്ല. ഐ വിൽ സ്റ്റഡി ദാറ്റ്. പുതിയ കാര്യങ്ങൾ അറിയണമെന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും എനിക്കുണ്ട്. ഐ ഹാവ് ദ കീൻ ഇൻട്രസ്റ്റ് ടു നോ മോർ അബൌട്ട് ന്യൂ തിങ്സ്. പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ ഉത്തരം പറയേണ്ടി വന്നത് ഒരു ഇന്റർവ്യൂ ബോർഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ മൈ സ്ട്രെങ്ത് ഈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം അതിനോട് ആഡ് ചെയ്യാവുന്ന 1 or 2 സെന്റൻസുകൾ ആഡ് ചെയ്ത് പറയാം. അതിന്റെ ഗുണം എന്താണ്, ആ സ്കൂളിൽ ആ ഒരു സ്ട്രെങ്ത് ഉള്ള ആൾക്ക്, അങ്ങനെ ഒരു സ്ട്രെങ്ത് ഉള്ള ആൾക്ക് ഒരു സ്കൂള് അധ്യാപികയായി കഴിഞ്ഞാലുള്ള മെച്ചം എന്താണ്, അങ്ങനെ വരാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ നോക്കി വെച്ചേ. യെസ്, ഇനി നമുക്ക് ശനി റോജിലോട്ട് വരാം. ഓരോരുത്തരും നോക്കി വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രൊപ്പോസിഷനിലേക്ക് കിടക്കാം. അപ്പൊ ഇനി ശനി റോജി പറയൂ, വാട്ട് ഈസ്. അപ്പൊ നിങ്ങൾ എഴുതുക, എന്താണ് നിങ്ങളിലേക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ ക്ഷമയുള്ള ഒരാളാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ചില സമയത്ത്. അത് നോക്കണ്ട, നമുക്കൊരു ഉത്തരം കറക്റ്റ് ആയിട്ട് പറയാവുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് ലോജിക്കായിട്ടും പറയാവുന്ന ഒരു ആൻസർ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ ശനി പറയൂ, ശനി വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്. ശനി ഇത് ഇനി പറയും, അനുഭവമാണ് കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ശനിക്ക് തോന്നിയിട്ടാണ് ശനിയുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് എന്താണ്? Sir, my strength is adaptability, honesty, and kindness. I will easily understand emotional feelings to others. I can face many problems, then I will manage in any situation in this school. Yes. Because you will that is the my quality. Yes. Okay, ശരി. ഇപ്പൊ നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയി. യെസ്, ഒന്നുകൂടി നമുക്ക് മെച്ചപ്പെടുത്താം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞു, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അലീസ. അലീസ വരുമെന്ന് വിചാരിക്കുക. അലീസ പ്രസ് ചെയ്ത് ബട്ടൺ മാറിപ്പോയിട്ടുണ്ട്. യെസ്, അലീസ വന്നിട്ടുണ്ട്. സർ, ഞാൻ മൈക്ക് ഓൺ ചെയ്തത് കട്ടായി പോയി. എനിക്ക് തോന്നി അങ്ങനെ കൂടെ പറഞ്ഞു. വിദ്യ, ഗെറ്റ് റെഡി. യെസ്, പറഞ്ഞോളൂ അലീസ. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? My greatest strength is my adaptability. In everything I do, I give my full potential and apply all of my knowledge to achieve the best results. Yes. A teacher with adaptability can understand different students and teach them in the best way. By giving full potential and knowledge, the teacher can motivate students and create a positive learning environment. Such a teacher helps students learn with confidence and interest. Yes. Thank you. Okay, Alisa. Okay, very good, very good. ഇതിന്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാനിപ്പോ അലീസ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മൈ സ്ട്രെങ്ത് ഈസ് മൈ ഹസ്ബൻഡ്, മൈ ഡോട്ടർ, മൈ പാരൻസ്. അങ്ങനെ ഒരിക്കലും പറഞ്ഞേക്കരുത്. അപ്പൊ ഇത് പറയുമ്പോ അതുണ്ടാക്കുന്ന നെഗറ്റീവ് എഫക്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ നല്ലൊരു പെർഫോമൻസ് ആകണമെങ്കിൽ നിങ്ങളുടെ കൂടെ പാരൻസ് ഉണ്ടാവണമെന്ന് ചിന്ത വരും. അപ്പൊ അതുകൊണ്ട് റിയൽ അങ്ങനെ ഉണ്ടായാലും ഇന്റർവ്യൂ ബോർഡ് വരുമ്പോൾ അത് പറഞ്ഞേക്കരുത്. നിങ്ങളിലുള്ള സ്ട്രെങ്ത് ആണ് പറഞ്ഞത്. എന്റെ സ്ട്രെങ്ത് എന്റെ മാതാപിതാക്കന്മാരാണ്, ഭർത്താവാണെന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത്. ഓക്കെ, ഹസീന ഗെറ്റ് റെഡി. പറഞ്ഞോളൂ വിദ്യ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? വിദ്യ വിഷു. വിദ്യ വരുമെന്ന് വിചാരിക്കാം. ഷൈബ, യു ഗെറ്റ് റെഡി. ഹസീന പറയൂ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? My strength is my patience. യെസ്, പറയൂ. It helps me to calm in every difficult situation. യെസ്. I can handle the children with patiently. യെസ്. That's it. Oh, very good, very good, very good, very good. I can easily handle. ആ ടീച്ചർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ പറഞ്ഞു.
I can I handle. can interact the children in good relationship Yes, I can in a maintain. school environment. Yes, very good, very good, very good. Okay, ഹസീന. അപ്പൊ ഇത് Okay. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒന്ന് റെഡിയാക്കി വെച്ചേക്കും. ഒരു 3 സെന്റൻസ് ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷമേ പോകാവൂ കേട്ടോ. അനു Sir. അനു അനു ഗെറ്റ് റെഡി. പറഞ്ഞോളൂ ഷൈബ. Sir, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? my strength, I don't like delay works. I don't like Delay works. delay in work. Yes, yes, very good, very good, very good. Continue. പറഞ്ഞോ. I always try to finish my works as soon as possible. Yes. അത്രയുള്ളൂ. അത്രയുള്ളൂ. അതിന് കൂടെ വേണമെങ്കിൽ ഒരു 2 സെൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ കേട്ടോ? യെസ്, അത് ഇപ്പൊ വേണമെന്നില്ല, അതൊന്ന് റെഡിയാക്കി വെച്ചേക്കണം. കറക്റ്റ് ആണ്. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഡിലേ വെച്ച് താമസിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് സൈബ് ഉദ്ദേശിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നയന, യു ഗെറ്റ് റെഡി. അനു, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? Good morning, everyone. As I'm owning a educational institution or a tutoring center independently for the last 4 years, I would say that my strength include ownership, problem solving, and communication. I can handle responsibilities independently, and I'm good at coordinating things also. Once I take up a task, I focus on understanding it properly and completing it on time. I am a quick learner and I stay calm and try to find solutions instead of panicking. Thank you. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിനകത്ത് പറഞ്ഞൊരു സാധനം വേറെ ആളുകൾക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഐ ആം എ ക്വിക്ക് ലേണർ. അതൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം, സ്ട്രെങ്ത് ആയിട്ട് പറയാം. ക്വിക്ക് ലേണർ. ക്വിക്ക് ലേണർ എന്ന് പറയുന്നത് എനിക്ക് എന്ത് കാര്യവും പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ വലിയ പാടല്ലേ. ക്വിക്ക് ലേണർ. ദാറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ് അനു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രേഷ്മ, ഗെറ്റ് റെഡി. നയന പറയൂ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? So my strengths are adaptability, observation, and leadership. യെസ്, If I am taking any decision, first I observe the things. It is good for me. If I achieve the position, can I win? Like that. യെസ്, Then after that, only I choose the position. യെസ്, Next, adaptability. Wherever I go, I can easily adjust there. യെസ്, Actually, I am telling this from my experience. യെസ്, Then next one is leadership. I have around 5 year experience in leadership. I Yes. worked around 9 years with Airtel Network, so I Yes. have the courage to lead the team patiently. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നയന, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐശ്വര്യ സേവൻ, ഗെറ്റ് റെഡി. രേഷ്മ പറയൂ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? My strength is my patience and confidence. യെസ്, I am always calm and silent. I am Yes. always calm and silent mind. I can write good tips for students. I am easily Yes. hand my children and the problems. I Yes. hope my confidence level is high. Hello. യെസ്, Thank you. വെരി ഗുഡ്, വെരി ഗുഡ്. മൈ കോൺഫിഡൻസ് ലെവൽ ഈസ് വെരി ഹൈ. ഓക്കെ, ഓക്കെ, ഒന്നും കൂടെ ഒക്കെ പോളിഷ് ചെയ്ത് പറഞ്ഞാൽ മതി ഇന്റർവ്യൂവിന് വരും. ഓക്കെ, കെന്നഡി, ഗെറ്റ് റെഡി. ഐശ്വര്യ പറയൂ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ്? Good morning, sir. My strength is adaptability, my willpower, Yes. and I'm my dedication to the work whatever I'm doing. യെസ്, And saying about my willpower, I have to connect it with my life. After my father-in-law's death, and when my husband went to abroad, I was confused to how to handle all the situations in the house. I have a small kid also, so I was worried. I was so tensed about that. But he motivated me. If you have courage to do something, just do it. So he encouraged me. So now I am now I have the willpower and courage to do. I'm saying about the driving. Taking scooter and where I have to go, have to deal all the householding things and all. So now I am confident to do that. യെസ്.
Then wherever I am going, I am adaptive to adjust with the situations and all. Yes. Then whatever work I am doing, I am very concerned about clearing the minute mistakes and all. Yes. I will recheck it so many times, and I'm ready to correct if there is a small mistake. എന്താ ചെറിയൊരു പോരായ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തിട്ട് അത് എന്താണെന്ന് ചെയ്തിട്ട് അത്രയും പെർഫെക്ഷൻ ആയിട്ടായിരിക്കും അത് കംപ്ലീറ്റ് ആക്കുക. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പെർഫെക്ഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം. ഓക്കെ, കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആ വിൽ പവർ ഒക്കെ ഒന്നും കൂടെ പുഷപ്പ് ചെയ്ത് പറയാട്ടോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രേവതി ജയൻ, ഗെറ്റ് റെഡി. കെന്നഡി, പറയൂ. Good morning, sir. Yes, good morning. Strength of my life is courage and inner power, the capacity to move forward despite fear or uncertainty. Yes. കേൾക്കുന്നില്ല കെന്നഡി? കെന്നഡി ആദ്യത്തെ മാത്രം കേട്ടുള്ളൂ, ഫസ്റ്റ് ലൈൻ പിന്നെ കേട്ടില്ല. യെസ്, കെന്നഡി ഇവിടെ പറയുന്നുണ്ട് തോന്നുന്നു, മൈക്കിന്റെ എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. യെസ്, രേവതി ജയൻ, ആർ യു ഓക്കെ? Sir, good morning. യെസ്, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. So my strength is my patient and keen observation skill, Yes. and I have the courage to say no or yes in any situation, Yes. so I can achieve my goal in any circumstance. Yes, very good, very good, very good. Okay, very good, very good, very good. Yes, കെന്നഡി പറയുന്നത് കേൾക്കാമോ? കെന്നഡി പറയുന്നത് കേൾക്കുന്നുണ്ടായില്ല. ആർ യു ഓക്കെ? സർ, ഞാൻ പുറത്തായിരുന്നു, അതുകൊണ്ട് നെറ്റിന് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഇപ്പൊ ഓക്കെനാ? അപ്പൊ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ ആദ്യമായി എല്ലാവരോടും ഒരു താങ്ക്സ് പറയുന്നു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ടോപ്പിക്. ദാറ്റ് വാസ് വെരി ഗുഡ്. അപ്പൊ ഞാനേ ഇങ്ങനെ നിങ്ങളുടെ ലെവൽ ഓഫ് തോട്ടിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കരുത്. യെസ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ, വേറെ ആളെ പറയുന്നത് കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ, നമുക്ക് ഇന്റർവ്യൂവിൽ പറയാൻ പറ്റിയ സംഗതി അതിൽ നിന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പറയാം. യെസ്, നമുക്കുള്ള ക്വാളിറ്റി പറയാം, അതിനോടൊപ്പം തന്നെ ആസ് എ കാൻഡിഡേറ്റ് വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് പ്രിപ്പോസിഷനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ പ്രിപ്പോസിഷനിലേക്ക് നമ്മൾ വരുമ്പോൾ കോമൺ ആയിട്ടുള്ള പ്രിപ്പോസിഷനെ കുറിച്ച് നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. യെസ്, അപ്പൊ ഞാനിവിടെ മീ എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുകയാണ്. ME, മീ എന്ന് പറയുന്ന വേർഡിനോട് നമ്മൾ ഓരോ പ്രിപ്പോസിഷൻ ചേർത്തിട്ട് അതിന്റെ മീനിങ് നമ്മളതൊന്ന് പറഞ്ഞു പോകാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തേക്ക് നോക്കാം. അപ്പൊ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നെ. ആ മീ എന്നുള്ളതിന് തൊട്ട് മുന്നിൽ ഒരു ടു ചേർക്കുക, ടു മീ. അപ്പൊ നമുക്കറിയാം എനിക്കെന്ന് പറയാം, എന്നോട് എന്ന് പറയാം. ഇതാണ് അതിന്റെ മീനിങ്, എനിക്ക്, എന്നോട്. അപ്പൊ നമുക്ക് ആ മീ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അവിടെ യു ചേർക്കുമ്പോൾ നിനക്ക്, നിന്നോട്. ടു ദം, അവർക്ക്, അവരോട്. ടു അസ്, ഞങ്ങൾക്ക്, ഞങ്ങളോട്. കണ്ടോ? അപ്പൊ ആ വേർഡ് അങ്ങോട്ട് മാറ്റിയാൽ മതി. യെസ്, അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മീ എന്ന് പറയുന്ന വേർഡാണ്. ടു മീ, എനിക്ക്, എന്നോട്. അപ്പൊ ക്ക്, ന് എന്ന് പറയുന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത് വിത്ത് മീ. വിത്ത് എന്ന് പറഞ്ഞാല് കൂടെ, ഒപ്പം എന്നൊക്കെ പറയാം. വിത്ത് മീ, എന്റെ കൂടെ, എന്റെ ഒപ്പം. വിത്ത് യു, നിങ്ങളുടെ കൂടെ. വിത്ത് ദം, അവരുടെ കൂടെ. യെസ്, അപ്പൊ വിത്ത് മീ എന്ന് പറയുമ്പോൾ എന്റെ കൂടെ, എന്റെ ഒപ്പം. ഇനി അടുത്തത് ബൈ മീ.
by me. By me means എന്നാൽ. By the principal, principal-നാൽ. By the teacher, teacher-നാൽ. Yes, L എന്ന് പറയുന്ന ആ വേർഡാണ് അത് വരെ ബൈ എന്നാൽ. By me എന്നാൽ. അടുത്തതാണ് ഫ്രം മീ. ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നും. ഫ്രം മീ എന്നിൽ നിന്നും. ഫ്രം മീ എന്നിൽ നിന്നും. ഓക്കെ. ഫ്രം യു നിങ്ങളിൽ നിന്ന്. ഫ്രം ദം അവരിൽ നിന്ന്. ഫ്രം ദി ബോക്സ് ബോക്സിൽ നിന്ന്. യെസ്, ഫ്രം എന്ന് പറയുമ്പോൾ നിന്ന്. അടുത്തതാണ് ഇൻ. ഇൻ മീ. ഇൻ മീ മീൻസ് എന്നിൽ. ഇൻ മീ. അറ്റ് മീ. അറ്റ് എന്ന് പറഞ്ഞാൽ നേരെ എന്ന് അർത്ഥമുണ്ട്. പിന്നെ അറ്റിന് വേറെ പല സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കട്ടെ, അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അറ്റ് മീ എന്റെ നേരെ. അറ്റ് യു നിങ്ങളുടെ നേരെ. അറ്റ് ദം അവരുടെ നേരെ. അറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഫോർ മീ. ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. വേണ്ടി. പക്ഷെ ഒരുപാട് അർത്ഥങ്ങൾ വേറെ ഉണ്ട് ഫോറിന്. ഫോർ മീ എനിക്ക് വേണ്ടി. ഫോർ യു നിനക്ക് വേണ്ടി. പിന്നെ ചില സമയത്ത് ഈ ഫോർ എന്ന് പറയുന്ന വേർഡിന് ബിക്കോസ് എന്ന അർത്ഥം വരാറുണ്ട്. ബിക്കോസ്. ഫോർ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ സാധാരണഗതിയിൽ ഫോർ എന്ന് പറയുമ്പോൾ വേണ്ടി എന്ന അർത്ഥത്തിലാണ്. ഫോർ മീ എനിക്ക് വേണ്ടി. നെക്സ്റ്റ് വേർഡാണ് എബൌട്ട് മീ. എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ച് അല്ലെങ്കിൽ പറ്റി എന്നാണ്. എബൌട്ട് മീ എന്നെ കുറിച്ച്. എബൌട്ട് ദം അവരെ കുറിച്ച്. എബൌട്ട് യു നിങ്ങളെ കുറിച്ച്. യെസ്, എബൌട്ട് മീ എന്നെ കുറിച്ച്. ആഫ്റ്റർ മീ. ആഫ്റ്റർ മീ എനിക്ക് ശേഷം. ടുവിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം ആഫ്റ്റർ യു നിങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ യു നിങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ ദം അവർക്ക് ശേഷം. അപ്പൊ വേർഡ് നമുക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതി. നെക്സ്റ്റ് വിത്തൗട്ട് മീ. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ കൂടാതെ. വിത്തൗട്ട് മീ എന്നെ കൂടാതെ. വിത്തൗട്ട് ദം അവരെ കൂടാതെ. വിത്തൗട്ട് യു നിങ്ങളെ കൂടാതെ. യെസ്, പിടികിട്ടിയല്ല? യെസ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ ടു, വിത്ത്, ബൈ, ഫ്രം, ഇൻ, ഓൺ, അറ്റ്, ഫോർ, എബൌട്ട്, ആഫ്റ്റർ, വിത്തൗട്ട്, ഇതെല്ലാം ആണ് എന്ത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ. ഈ പ്രിപ്പോസിഷന് 2 മാർക്ക് വെച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രിപ്പോസിഷൻ എവിടെ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ചേർക്കണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. യെസ് യെസ് പറയും. ഓൺ വെച്ച് എങ്ങനെ പറയുന്നത്? എന്റെ മേൽ, മുകളിൽ. ഓൺ. ഓൺ ദ ടേബിൾ. ടേബിളിന്റെ മേൽ. ഓൺ എന്ന് ഞാൻ മുകളിൽ കേട്ടോ. ഓൺ. ഇന്നെന്ന് പറഞ്ഞാലും ഉള്ളിൽ. യെസ്, ഇത് കോമൺ ആണ്. ഇതാണ് ശരി. അല്ല, ഇത് ഇങ്ങനെ വരൂ എന്ന് പറഞ്ഞൊരിക്കലും നമ്മൾ പോകരുത്. കാരണം ഇനി നമ്മൾ ഓരോന്നോരോന്നോരോന്ന് കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി വെച്ചിട്ടാണ് നമ്മൾ കോമൺ യൂസേജ് നമ്മൾ പറയുന്നത്. ഓരോ കാര്യങ്ങൾക്കും കുറച്ചധികം എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിന്റെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ശനി ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അതിനോട് ഐ എഗ്രി വിത്ത് യു എന്ന് പറയാം. ഐ എഗ്രി മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. എഗ്രി ടു യു എന്ന് പറയാം. അപ്പൊ വിത്തും ഉപയോഗിക്കാം, ടൂവും ഉപയോഗിക്കാം. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം വിത്ത് ആണ് ശരി, ടു ആണ് ശരി എന്ന് തോന്നാം. രണ്ടും ശരിയാണ്. പക്ഷെ രണ്ടിനും 2 രീതിയിലുള്ള മീനിങ് ആണ്. ഐ എഗ്രി വിത്ത് യു. അപ്പോ ശനി ഒരു ഐഡിയ പറഞ്ഞു. ഐ എഗ്രി വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ശനിയോട് എനിക്ക് ദേഷ്യമില്ല. ഐ എഗ്രി വിത്ത് യു. നേരെ മറിച്ച് ഐ എഗ്രി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രി ചെയ്തിട്ട് ടു ആണെങ്കിൽ ശനിനെ അല്ല എനിക്കിഷ്ടം, ശനി പറഞ്ഞ ആശയത്തോടാണ് എനിക്കിഷ്ടം. അപ്പൊ നമുക്ക് പറയാം വിത്ത് എ പേഴ്സൺ ടു എ തിങ്.
വിത്ത് എ പേഴ്സൺ, വിത്ത് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആയിരിക്കും. ടു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതൊരു സംഗതിയായിരിക്കും. ഇത് നമുക്ക് വേറെ പറയാം. അറ്റ്, കോൾ അറ്റ് അറിയോ? കോൾ അറ്റ്, കോൾ ഓൺ. കോൾ അറ്റും ഉണ്ട്, കോൾ ഓണും ഉണ്ട്. രണ്ട് ശരിയാണ്. കോൾ കഴിഞ്ഞിട്ട് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും, കോൾ എന്ന് കഴിഞ്ഞിട്ട് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. രണ്ടിന്റെയും മീനിങ് വിസിറ്റ് എന്നാണ്. മീനിങ് എന്താണ്? വിസിറ്റ്, സന്ദർശിക്കുക. നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ കോൾ ഓണെന്നേ ഉള്ളൂ. നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലമാണെങ്കിൽ അവിടെ കോൾ അറ്റ് എന്ന് വരുള്ളൂ. ഐ കോൾഡ് അറ്റ് താജ്മഹൽ, ഇത് കറക്റ്റാണ്. ഐ കോൾഡ് ഓൺ ദ ചീഫ് മിനിസ്റ്റർ, ഞാൻ ചീഫ് മിനിസ്റ്ററെ സന്ദർശിച്ചു, മുഖ്യമന്ത്രിയെ. അതൊരു വ്യക്തിയല്ലേ? യെസ്. അപ്പൊ അവിടെ എന്ത് വരും? കോൾ ഓൺ വരും. അപ്പൊ അങ്ങനെ ചില സ്ഥലത്തൊക്കെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ വീണ്ടും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചില വാക്കുകളുടെ കൂടെ ചില പ്രിപ്പോസിഷൻ വരും. ഇപ്പൊ അക്കമ്പനി, അക്കമ്പനി എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ ബൈ എന്ന് വരും. അക്കമ്പനിയുടെ ബൈ അങ്ങനെ വരും. അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷനാണ് റഫർ. റഫർ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ടു വരും. റഫർ ടു. യെസ്. അപ്പൊ അങ്ങനെ കൂടെ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് നമ്മൾ ഓരോന്നോരം നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള യൂസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞത്. യെസ്. അപ്പൊ നമുക്ക് അറ്റ് എടുക്കാം. അറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞു. അറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ കോൾ അറ്റ്, അവിടെ നമുക്ക് അറ്റ് എന്ന് വരും. അപ്പൊ അത് കൂടാതെ നമുക്ക് പറയാം അറ്റ് എപ്പോഴും കാണിക്കുന്നത് ഇറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം, കറക്റ്റ് പോയിന്റ്, കൃത്യസമയം. അത് കാണിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും എന്ത് വരും? അറ്റ് വരും. നമുക്ക് പറയില്ലേ ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. 6 o'clock തൊട്ട് മുന്നേ എന്ത് വരും? അറ്റ് 6 o'clock, 6 മണി, പോയിന്റ് ഓഫ് ടൈം. കേട്ടോ? കറക്റ്റ് പോയിന്റിൽ 6 മണി. 6 മണിക്ക് എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ 5:30 6:30 അല്ല. ആ പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കെയും ഹിയർ അറ്റ് 7 o'clock, 7 മണിക്ക് അവനിവിടെ എത്തി. അല്ല, കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ഉപയോഗിക്കുന്നു? പ്രിപ്പോസിഷൻ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അപ്പൊ അറ്റിന്റെ ഒരു ഉപയോഗമാണ് ടു ഷോ ദ പോയിന്റ് ഓഫ് ടൈം. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് അറ്റ് എന്ന് പറയുന്നതിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നേരെ. അറ്റ് യു, നിങ്ങളുടെ നേരെ. അറ്റ് ദം, അവരുടെ നേരെ. അറ്റ് മീ, എന്റെ നേരെ. അത് നമ്മൾ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള യൂസ്. ഇത് കൂടാതെ ഇവിടെ നമ്മൾ പറഞ്ഞത് അറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഇനി എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഇല്ലേ? വർഷത്തിലുണ്ടാകുന്ന ഫെസ്റ്റിവൽസ്, ഓണമാവാം, അല്ലെങ്കിൽ രാവിലെ മോർണിംഗ്, പ്രഭാതത്തിൽ, ഉച്ചയ്ക്ക്, അങ്ങനെയൊക്കെ പറയുന്ന ഓരോ സംഗതികൾ വന്നു കഴിയുമ്പോൾ അവിടെ എല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് പറയാം അറ്റ് ഡൗൺ, DAWN, പ്രഭാതം, അറ്റ് ഡോൺ. അറ്റ് നൂൺ, ഉച്ചയ്ക്ക്. അറ്റ് സൺസെറ്റ്, സൂര്യാസ്തമന സമയത്ത്. അറ്റ് നൈറ്റ്. കണ്ടോ? ഇതെല്ലാം എന്താണ്? ഓരോ സമയമാണ്. മറ്റത് പോയിന്റ് ഓഫ് ടൈം. ഇതല്ലാതെയുള്ള രാവിലെ, വൈകുന്നേരം. പിന്നെ ഇതിനകത്തൊക്കെ വേറെ പ്രിപ്പോസിഷൻ വരൂട്ട. ആ പ്രിപ്പോസിഷൻ വല്ല സെന്റൻസിന്റെ ഘടന നോക്കിയിട്ടാണ്. യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എന്താണ്? ആഘോഷങ്ങൾ. അറ്റ് റംസാൻ, ഇൻ റംസാൻ അല്ല, അറ്റ് റംസാൻ. അറ്റ് ക്രിസ്മസ്, അറ്റ് ദ ന്യൂ ഇയർ. യെസ്. അറ്റ് വിഷു, അറ്റ് ഓണം. ഇൻ ഓണമല്ല, അറ്റ് ഓണമാണ്. അപ്പൊ നമുക്ക് പറയാം ഫെസ്റ്റിവൽസിന്റെ കൂടെ എപ്പോഴും എന്ത് പറയുന്നു? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരുന്നു. അപ്പൊ നമുക്ക് അറ്റ് നേരെ എന്ന് അർത്ഥമുണ്ട്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു.
ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നു, ഒരു ഫെസ്റ്റിവലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കൂടി നേരത്തെ പറഞ്ഞത് കൂടാതെ ഒന്ന് ഓർത്തിരിക്കും. യെസ്, അപ്പൊ വി ഡിസ്കസ്ഡ് അബൌട്ട് അറ്റ്. യെസ്, ഇനി നമ്മൾ അടുത്ത പ്രപ്പോസിഷൻ നമ്മൾ നോക്കുന്നത് ഓൺ ആണ്. ഓൺ ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ. അപ്പൊ നേരത്തെ ഇവിടെ ഐശ്വര്യ ചോദിച്ചു ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൺ മീ, എന്റെ മേൽ. യെസ് അല്ലെ, ഓൺ യു. അപ്പൊ മുകളിൽ എന്ന അർത്ഥത്തില് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യെസ്, പിന്നെ ഈ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഒരു സ്പെസിഫിക് ഡേ ഓർ ഡേറ്റ്, ഒരു കൃത്യമായ ദിവസം പറയാം, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡേറ്റ് പറയാം. ആ ഡേറ്റ് പറയാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഈ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. നമുക്കറിയാം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇത് നമ്മളൊന്ന് ഇംഗ്ലീഷിലോട്ടാക്കിയത്. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഓൺ 15th, 15-ാം തീയതി. ആ 15-ാം തീയതി എന്ന് പറയുന്ന എന്റെ തൊട്ടു മുന്നേ വരും ഓൺ. ഓൺ 15th, ഓൺ 12th. അപ്പൊ നമുക്ക് പറയാം കറക്റ്റ് ഡേറ്റ് അല്ലേ പറയുന്നത്, 15-ാം തീയതി കിട്ടി. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ വാസ് ബോൺ ഓൺ 20 മെയ്. മെയ് മാസം 20-ാം തീയതി. ഓൺ 20. കറക്റ്റ് ഡേ പറയുമ്പോൾ, കൃത്യമായിട്ടൊരു ഡേ പറയുമ്പോൾ, കൃത്യമായിട്ടൊരു ഡേറ്റ് പറയുമ്പോൾ, ഏതോ നമുക്ക് ഇത് കഴിഞ്ഞു പറയാം, കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയുമ്പോൾ അവിടെ എല്ലായിടത്തും എന്ത് വരും? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റിന്റെ കൂടെ എപ്പോഴും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. ഓൺ. ഓക്കെ, ഓൺ 15th August 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പറയുന്നതാണ് ഓൺ 15th. യെസ്, 15-ാം തീയതി. എന്ത്? 1947, 1947. ഇനി അപ്പൊ കറക്റ്റ് ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് കറക്റ്റ് ഡേ പറയുമ്പോൾ നമുക്ക് സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ദിവസങ്ങൾ കറക്റ്റ് ഡേ അല്ലേ? ഹി കെയിം ഹിയർ ഓൺ സൺഡേ. സൺഡേ ദിവസം പറയുമ്പോൾ അതിന്റെ തൊട്ട് മുന്നിൽ എന്ത് വരുമ്പോഴും ഓൺ സൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ തേഴ്സ്ഡേ, ഓൺ ഫ്രൈഡേ ആണ്. അപ്പൊ കറക്റ്റ് ഡേയുടെ മുന്നിൽ എല്ലായിടത്തും എപ്പോഴും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരും. അപ്പൊ നമുക്ക് ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ അവിടെ ഡാഷ് വരുമ്പോൾ നിങ്ങൾ ഈ പല നിയമവും കൂടി ഓർത്തിരിക്കുക. കോമൺ ആയിട്ടുള്ള നിയമമല്ല, അതല്ലാതെ ഉള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് പറയുമ്പോൾ, സ്പെസിഫിക് ആയിട്ടുള്ള ഡേ പറയുമ്പോൾ അവിടെ എല്ലായിടത്തും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ കയറി വരും. ഓക്കെ, സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ല? യെസ്, പറഞ്ഞു. ഓക്കെ ഓക്കെ, ശരി. ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത, നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പം നമുക്ക് കുറെ എന്തെങ്കിലും ചെയ്തു പോകാം. നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ശരിയാവുന്നില്ല, കല്ലിനടിക്കുന്ന പോലെ പറയുമ്പോൾ തന്നെ തോന്നുന്നില്ല, ഇത് റെഡിയാവാത്തൊരു ഫീൽ നമുക്ക് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, അത് കറക്റ്റായിട്ട് മനസ്സിലാവും. യെസ്, അപ്പൊ സാധാരണഗതിയിൽ ഇതൊരു 10 മാർക്ക് ഉണ്ടാവാറുണ്ട്. പൊസിഷനെ 10 മാർക്ക് ഉണ്ടാവാറുണ്ട്, 5 ചോദ്യം. അപ്പൊ ആ 10 മാർക്ക് കളയല്ല, ഇതൊന്ന് നോക്കി വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ടൊന്ന് നോക്കി വെച്ചാൽ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയത് അറ്റ് നോക്കി, ഓൺ നോക്കി. യെസ്, ഓക്കെ. അപ്പൊ രണ്ടും അവിടെ നിൽക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്.
Yes. സർ Yes, പറഞ്ഞോ. സർ നമ്മൾ സീസൺസ് പറയുമ്പോൾ അതിനു മുന്നേ അറ്റല്ലേ വരിക? സീസൺ. ഇപ്പൊ ക്രിസ്മസ് ഫെസ്റ്റിവൽസ് പറയുമ്പോൾ അതിനു മുന്നേ അറ്റാണ് വരിക. പക്ഷെ ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ് ക്രിസ്മസ് വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ മുന്നേ അറ്റ് വരില്ലല്ലോ. അത് സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കണം. ഓക്കെ 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 നമുക്ക് നോക്കാം. നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. യെസ്. അപ്പോ ഞാൻ പറയുന്ന വാചകം ഒന്ന് എഴുതി എടുക്കാം. For, F-O-U-R, for fine, F-I-N-E, fine, fresh, F-R-E-S-H, fresh, fish, for, F-O-R, for you. ഒന്നുകൂടി പറയാം. For fine, fresh fish for you. ശരി. ഇതൊന്ന് ശരി വായിക്കണം. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തടയാൻ പാടില്ല. സ്പീഡിൽ ഇങ്ങനെ വരണം കേട്ടോ. തടയരുത്, സ്പീഡിൽ ഇങ്ങനെ വരണം. ഫോർ ഫൈൻ ഫിഷ് ഫ്രഷ് ഫോർ യു. അത് എങ്ങും തടയാണ്ട് ഇങ്ങനെ വരണം. ഇത് വെറുതെ വായിക്കാണോ പറഞ്ഞേ? അത് സ്പീഡിൽ അത് വാക്ക് മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എങ്ങും തടയാതെ സ്പീഡില്. ഇത് ടൈം ട്വിസ്റ്ററാണ്. നാക്കുളക്കാതെ ഇങ്ങനെ പോലെ പറഞ്ഞു നോക്കി. ഫോർ ഫൈൻ ഫ്രഷ് ഫിഷ് ഫോർ യു. പോയി 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 ഒന്നുകൂടി ചെയ്തു. ട്രൈ പ്രാവശ്യം പറഞ്ഞു. ഫോർ ഫൈൻ ഫ്രഷ് ഫിഷ് ഫോർ യു. ഫോറിന്റെ അടുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ആവുന്നുണ്ട്. ഒന്നുകൂടി നോക്കിക്കോ. നമുക്ക് സമയം തരാം. ഓക്കെ. വിദ്യാവിഷൻ. വിദ്യ വരുമെന്ന് ചോദിക്കാം. ഹസീന പറഞ്ഞു നോക്കിയേ. For fine fresh fish for you, 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 for fine fresh fish for you. Oh, very good, very good, very good, very good. Okay, Vidya. Okay, Vidya, no problem. Vidya office lana. Okay, okay, no problem. Okay, Hasina. Very good, very good, very good. Shaiba. Yes, sir. Okay. For fine fresh fish for you, 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 for ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഒരു സംഗതി ഒന്ന് പിടിച്ചത് പോലെ അല്ല, ഒറ്റയടിക്കുന്ന നോക്കി. For fine fresh fish for you, for fine fresh fish for. Yes, okay, okay, no problem, no problem. വെറുതെ ഇത് തെറ്റിക്കോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ. യെസ്. ഐശ്വര്യ. സ്പീഡ് കയറ്റി പിടിച്ചത്. ഇത് ഒരു റിതത്തിലാണ് ഷൈബ പിടിച്ചത്. റിതം ഒരു ടോൺ പിടിക്കുമല്ല, വേണ്ട, സ്പീഡിൽ പോകണം. For file fresh for you, for file fresh fish for you, for file fresh fish for you. Yes, okay. Let us try. ഇതിനൊക്കെ ചാൻസ് തരാം. ശരിയോടെ കൂടുതൽ നമുക്ക് വരുമ്പോൾ റെഡിയാക്കാം. രേവതി പറഞ്ഞു. For fine fresh fish for you, 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 for fine fresh fish for you. ശ്വാസം കിട്ടുന്നു. Yes. ഫോർ ഫൈൻ കഴിയുമ്പോ ഒന്ന് സ്ലോ ആവണുണ്ട്, ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഐശ്വര്യൊക്കെ ഒന്നുമല്ല സ്പീഡിലെങ്ങനെ വരുന്നില്ല. ഒന്ന് തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു ഇത് കാണിക്കാനായിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അലീസ പറഞ്ഞു നോക്കിയേ. അലീസയുടെ പറഞ്ഞു. For fine fresh fish for you, for fine fresh fish for you, for fine fresh fish for you, for fine fresh fish for you. Oh, yes, yes, yes. മുംതാസേ. മുംതാസ്. പറഞ്ഞോക്കാം. പറഞ്ഞു നോക്കാം. അത് തന്നെ നമുക്ക് പറഞ്ഞു നോക്കാം.
4 fine fresh fish for you. 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 For our. Yes, okay. No problem. വീട് പിള്ളേർക്ക് വരുമ്പോ അവരെ കൊണ്ടൊന്ന് പറഞ്ഞു നോക്കിയ കെന്നഡി ആരാ ശരി Yes, sir. എന്ത് പറഞ്ഞു നോക്കിയത്? 4 fine fish fresh for you. 4 fine fresh fish 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 for you. Yes. Naina. Sir, 4 fine fish. Sir. Yes. Okay. രേഷ്മ അത് പറഞ്ഞോളൂ നയന, കേൾക്കുന്നുണ്ടായില്ല. Yes, രേഷ്മ. 4 fine fresh fish for you. 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 Yes. ഇടയ്ക്കൊരു സ്ലോ ആവുന്നുണ്ട് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ശനി ഓക്കെ ആയാ? സാറേ ഞാൻ പറഞ്ഞില്ലേ, ഇനി പറയണ? വേണ്ട, ഓക്കെ. റെഡി. യെസ്. അപ്പൊ അത് വേറൊരു സെന്റൻസ് പറയാം. എഴുതിക്കും. നയൻ NINE. നയൻ. നൈസ് NICE. നൈസ്. നൈറ്റ് NIGHT. നൈറ്റ്. nurses NURSES. nurses. nursing NURSING. nursing. nicely NICELY. nine nice night nurses nursing nice. nine nice night nurses nursing nicely. ഞാൻ ഇനി ഇന്നയാൾക്ക് പറയുന്നില്ല, റെഡി ആവുന്ന ഇതിന് പറഞ്ഞാൽ മതി. ഞാൻ ട്രൈ ചെയ്യാം. ഹസീന റെഡി ആവുമ്പോൾ പറഞ്ഞാൽ മതി. നയൻ നൈസ് നൈറ്റ് നഴ്സസ് നഴ്സിംഗ് നൈസ്. സ്പീഡ് വേണം, റിതം പിടിക്കരുത്. യെസ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ. ഞാൻ ആദ്യം വളരെ എളുപ്പം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നിങ്ങൾ അത് പറഞ്ഞ് റെഡിയാവട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞതല്ലേ. അത് കുഴപ്പമില്ല, അത് പറഞ്ഞു നോക്കുക. തെറ്റിന് ചോദിച്ചപ്പോ എന്താ കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ചെന്നിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് ഇറക്കാനുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. അത് ചിലപ്പോൾ അവരോട് പറയും 3 എണ്ണം പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം 3 എണ്ണം, പിന്നെ 6 എണ്ണം പറയാം. ഒരുമിച്ച് പറയിപ്പിക്കും. കാരണം പിള്ളേരല്ലേ, അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കും. യെസ്. ഹസീന റെഡി ആവുമ്പോൾ പറഞ്ഞോട്ടോ. Okay, sir. 9 nice night nurses nurse nicely. 9 nice night nurses nice nursely. 9 nice night nurses nice nursely. മൂന്നാമത്തെ സ്ഥലത്ത് സ്റ്റോപ്പ് ആവുന്നുണ്ട് ഇല്ലേ? Yes. Nurses nurse nicely. അവിടെ ഒരു പിടുത്തം വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ശ്രമിച്ചല്ല, പോയിക്കോളൂ. Yes, sir. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഞാൻ ധൈര്യം. ഞാൻ ട്രൈ ചെയ്യട്ടെ. ഓക്കെ. ആദ്യം രേഷ്മ കഴിഞ്ഞിട്ട് അലീസിലോട്ട് വരാം. പറഞ്ഞോളൂ രേഷ്മ. 9 nice night nurses nursing nicely. 9 nice night nurses nursing nicely. 9 nice night nurses nursing nicely. ഒരു സ്ഥലത്ത് വരുമ്പോ ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് കളത്തിലൊക്കെ അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല. അലീസ പറഞ്ഞോളൂ. Yes, sir. 9 nice night nurses nursing nicely. 9 nice night nurses nursing nicely. 9 nice night nurses nursing nicely. 9 nice night. Sorry. Yes, okay. But I appreciate your attempt. Shani Roji? Yes, sir. 9 nice night nurses nursing nicely. 9 nice night nurses nursing nicely. 9 nice night nurses nursing nicely.
സ്ലോ ആ വരുന്നുണ്ട്, ഫ്ലോ അങ്ങോട്ട് വരുന്നില്ല, സ്പീഡ് വരുന്നില്ല. സ്പീഡില്. യെസ്, ചുമ്മാ വെറുതെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു, അപ്പോൾ അവരോട് പറയാം. യെസ്, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളോടൊന്ന് പറയാം, മക്കളോടെ ഇതൊന്നും കാണാതെ കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റും, നാക്ക് കൊടുക്കാതെ പറയാൻ പറ്റും നമുക്ക്. യെസ് യെസ്, ഇത് ടങ് ട്വിസ്റ്ററിൽ വരുന്നതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കുന്ന സാമഗ്രിയാണ്, വേറെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രകടനം സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ഞാൻ തന്നെ ആയിരിക്കും. നാളെ ഫസ്റ്റ് അവർ ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ അല്ല, ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കിന്റെ ബാലൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്നും നോക്കി വെച്ചു, വേറെ നമുക്ക് നോക്കാം. ഓക്കെ, വി വിൽ മീറ്റ് ടുമാറോ. Once again, I wish you all the best. We will meet in the next. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay.